അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ലോക മുസ്ലിംകളുടെ ഒരാഗോള രാഷ്ട്രീയ പ്രശ്നമായിരുന്നു ഖിലാഫത്ത്. മുസ്ലിംകളുടെ സാമുദായികമായ കെട്ടുറപ്പിനെ, ഭദ്രതയെ ബാധിക്കുന്ന ഒരു വലിയ പ്രശ്നം. മതപരമായ കാഴ്ചപ്പാടിൽ മതത്തിൻ്റെ അടിസ്ഥാനങ്ങളെ വളരെ കാര്യമായി ബാധിക്കുന്ന ഒരു മതകീയ പ്രശ്നം കൂടിയാണ് ഖിലാഫത്ത്. ആ ഖിലാഫത്തുമായി ബന്ധപ്പെട്ടൊരു പ്രക്ഷോഭം. ഈ പ്രക്ഷോഭത്തിൽ എന്തുകൊണ്ട് മുസ്ലിം ലീഗിനെ നാം മുൻനിരയിൽ കണ്ടില്ല? കോൺഗ്രസ് കേരളത്തിലേക്ക് ഖിലാഫത്ത് പ്രക്ഷോഭവുമായി തങ്ങളുടെ മൗലാനമാരെ ഇറക്കുന്നതിന് മുമ്പ് എന്തുകൊണ്ട് കേരളത്തിൽ മുസ്ലിം പ്രശ്നമായിരുന്നിട്ടും മുസ്ലിം ലീഗ് ആദ്യമേ ഓടി വന്നില്ല? ഖിലാഫത്ത് പ്രക്ഷോഭത്തിൻ്റെ പ്രത്യാഘാതമായി ഒരുപാട് പതിനായിരക്കണക്കിന് മുസ്ലിങ്ങൾ വഴിയാധാരമാവുകയും വലിയ നഷ്ടം, വലിയ പരാജയം, വലിയ നാശനഷ്ടങ്ങൾ അനുഭവിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ അവരെ പുനരധിവസിപ്പിക്കാനോ മറ്റു ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കോ മുസ്ലിം ലീഗിനെ നാം എന്തുകൊണ്ട് കാണുന്നില്ല? ഇതൊരു വലിയ ചോദ്യമല്ലേ? തീർച്ചയായും നമുക്ക് പരിശോധിക്കാം. 1906 മുസ്ലിം ലീഗ് സ്ഥാപിക്കുമ്പോൾ ആരൊക്കെയായിരുന്നു മുസ്ലിം ലീഗിൻ്റെ സ്ഥാപക നേതാക്കൾ? അവരുടെ ദൈക്ഷണികമായ ചിന്താരീതി എങ്ങനെയാണ്? അവരുടെ താല്പര്യങ്ങളൊക്കെ എന്തായിരുന്നു? മുസ്ലിം ലീഗിൻ്റെ ആവിർഭാവം ഏതു തലകളിലൂടെയാണ്, ഏതു ബുദ്ധികളിലൂടെയാണ് കടന്നുപോയത് എന്നത് നമുക്ക് ആലോചിക്കാവുന്നതാണ്. സ്ഥാപകൻ ആഗാ ഖാൻ മൂന്നാമൻ, മതപരമായി ഇസ്മായിലി സമുദായത്തിൽപ്പെട്ടയാൾ. ഇസ്മായിലികൾ എന്ന് പറഞ്ഞാൽ ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ 2 പുത്രന്മാർ, ഒന്ന് മൂസൽ കാദിം, മറ്റൊന്ന് ഇസ്മായിൽ. ഈ അഇമ്മത്തുകൾക്ക്, അഹ്ലുൽ ബൈത്തിലെ ചില പ്രത്യേക ആളുകൾക്ക് മാത്രമേ ഖിലാഫത്തിന് അവകാശമുള്ളൂ, മുസ്ലിം ലോകത്തിൻ്റെ നേതൃത്വത്തിൻ്റെ അധികാരം അവർക്കാണ് എന്നു വാദിക്കുന്ന റാഫിദികൾ സജീവമായ കാലം. അങ്ങനെ ഇസ്നാഅശരികൾ എന്ന് പറഞ്ഞ് ഒരു വിഭാഗമുണ്ട്. അവർ 12 ഇമാമുകളിലെത്തിയപ്പോൾ, 11-ാമനിലെത്തിയപ്പോൾ പിന്നെ 12-ാമനില്ലാതെ അയാളെ ഒളിപ്പിക്കുകയും 12 ഇമാമുകളിൽ തങ്ങളുടെ ഇമാമത്ത് അവസാനിപ്പിക്കുകയും ചെയ്തു. ഈ വിവാദം ഇങ്ങനെ ഓരോ ആളുകൾ മരിക്കുമ്പോഴും അവരുടെ പിൻഗാമി ആരെന്നതിനെ ചൊല്ലി റാഫിദികൾ ഇങ്ങനെ ഭിന്നിച്ചുകൊണ്ടേയിരുന്നു വിവിധ പ്രസ്ഥാനങ്ങളായിട്ട്. ജഅഫർ സാദിഖാണ് ഇമാമെന്ന് വിശ്വസിച്ചിരുന്നവരായിരുന്നു. അങ്ങനെ വിശ്വസിച്ചിരുന്നവർ ആയിരുന്നു പിന്നീട് ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ശേഷം ആർക്ക് എന്ന കാര്യത്തിൽ ഭിന്നിക്കുന്നത്. അവിടെ മകൻ മൂസൽ കാദിമിനാണ് എന്ന് പറഞ്ഞു പോയവർ ഒരു വിഭാഗം. അല്ല, ആ ഖിലാഫത്ത് വ്യാജമാണെന്നും ഇസ്മായിലിനാണ് യഥാർത്ഥത്തിൽ ഖിലാഫത്തിൻ്റെ അധികാരമെന്നും വാദിക്കുന്നവർ മറ്റൊരു വിഭാഗം. മൂസൽ കാദിമുമായി പോയവരിങ്ങനെ അങ്ങനെ 12-ൽ അവസാനിച്ചു, അവർ ഇസ്നാഅശരികളായി. ഇസ്മായിലിന് അധികാരം എന്ന് പറഞ്ഞുകൊണ്ട് വന്നവരാണ് പിന്നീട് ഇസ്മായിലികളായിട്ട് നിലനിന്നു പോകുന്നത്. അവരുടെ ഇമാമത്ത് ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. അതേസമയം ഇസ്നാഅശരികൾ 12-ൽ നിർത്തുകയും ചെയ്തു. ഇങ്ങനെ മതപരമായി ഇസ്മായിലികൾ, ഈ ഇസ്മായിലികൾ എന്ന് പറഞ്ഞാൽ ഷിയാക്കളുടെ കൂട്ടത്തിൽ പല വിഭാഗങ്ങൾ ഉയർന്നു വന്നെങ്കിലും അതിജീവിച്ച 2-3 പേരാണുള്ളത്, ഗ്രൂപ്പുകളാണ്. അതിലൊന്ന് ഇസ്നാഅശരി, മറ്റൊന്ന് ഇസ്മായിലി, പിന്നെ ഒന്ന് സൈദി പോലെയുള്ള. ഈ കൂട്ടത്തിൽ അതിജീവിച്ച ഷിയാക്കളുടെ കൂട്ടത്തിൽ വളരെ ചീത്തയായ, വളരെ ഭീകരമായ ഒരു ഗ്രൂപ്പാണ് ഈ ഇസ്മായിലികൾ എന്ന് പറയുന്നത്. വെറും സ്വകാര്യ അജണ്ടകൾ മാത്രം, നിഗൂഢതകൾ മാത്രമാണ് അവരുടെ പ്രവർത്തനത്തിൻ്റെ ആകത്തുക. രാഷ്ട്രീയ ഉപജാപങ്ങളിലൂടെയാണ് അവർ ജീവിച്ചു വന്നത്.
വലിയ ഗുണ്ടാ സംഘങ്ങൾ, ഭീകര സംഘങ്ങളായിരുന്നു അവർ. അവർ സുന്നി, അതായത് ഷിയാക്കളല്ലാത്ത മുസ്ലിം സമുദായത്തിൻ്റെ ഉള്ളിലേക്ക് പല രീതിയിൽ ഇറങ്ങി വന്ന് നിഗൂഢമായി പ്രവർത്തിച്ച് രാഷ്ട്രീയ കലാപങ്ങളുണ്ടാക്കി, സാമുദായിക സംഘർഷങ്ങളുണ്ടാക്കി, മുസ്ലിം നേതാക്കളെ വളരെ സ്മൂത്തായി സ്വകാര്യമായി കൊന്നൊടുക്കുക എന്നതാണ് ഇവർ ചെയ്തു പോന്ന അതിഭീകരമായ പ്രവർത്തനം. ആ ഇസ്മായിലി സംഘത്തിൻ്റെ ആ കാലഘട്ടത്തിലെ ഇമാമായിരുന്നു, ആ കാലഘട്ടത്തിലെ പ്രവർത്തകനല്ല, അനുഭാവിയല്ല, ഇമാമായിരുന്നു മുസ്ലിം ലീഗിൻ്റെ സ്ഥാപകനായ ആഘാ ഖാൻ മൂന്നാമൻ. അദ്ദേഹം ഈ ഇസ്മായിലി സംഘത്തെ നമുക്ക് ഒന്നുകൂടി പരിചയപ്പെടേണ്ടതുണ്ട്. ഇസ്മായിലി വിഭാഗം, അവർക്കിടയിൽ നിന്നാണ് ഈ ഖറാമിത്തകൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടായത്. അതായത് ചരിത്രത്തിൽ വളരെ ഭീകരമായ നിലയിൽ കഅബാലയത്തിൽ ആക്രമണം നടത്തുകയും വിശ്വാസികളെ നിഷ്ഠൂരം കൊലപ്പെടുത്തുകയും ഹജറുൽ അസ്വദൊക്കെ നശിപ്പിക്കുകയും ചെയ്ത ആ ഒരു വിഭാഗം ഏതാണ്ട് കുറച്ചു കാലം മുസ്ലിം ലോകത്ത് വലിയ ശല്യമായി മാറിയ ഭീകര സംഘം ഖറാമിത്തുകൾ. ഈ ഖറാമിത്ത് ആരാണെന്നറിയാമോ? ഖറാമിത്ത് എന്ന പേര് വന്നത് ഈ ഇസ്മായിൽ തങ്ങളുടെ സേവകനായിരുന്ന, അടിമയായിരുന്ന മുബാറക് എന്ന് പറയുന്ന ഒരു യുവാവിനെ ചേർത്താണ്. ഈ യുവാവിനെ പിന്നീട് അബ്ദുല്ലാഹിബ്നു മൈമൂനുൽ ഖദ്ദാഹ് അൽ അഹ്വാസി എന്ന് അറിയപ്പെടുന്ന ഒരു ഭീകരൻ സമീപിക്കുകയും ഇസ്മായിലിൻ്റെ പുത്രൻ മുഹമ്മദ് എന്ന് പറയുന്ന മറ്റൊരു നേതാവ്, ഇവരുടെ കൂട്ടത്തിലെ ഇമാം എന്ന് പറയുന്നു, ഈ മുഹമ്മദിൻ്റെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ, ആ മുഹമ്മദ് തങ്ങളുടെ ആളാണ് ഞാൻ, അദ്ദേഹത്തിൻ്റെ ഒരുപാട് അസ്റാറുകൾ എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മുബാറക്കിനെ സമീപിക്കുകയും മുബാറക്കിൽ ചില നിഗൂഢ സിദ്ധാന്തങ്ങൾ കടത്തിക്കൂട്ടുകയും രണ്ടുപേർ ചേർന്ന് പിന്നീട് ആ പ്രസ്ഥാനത്തെ, ഇസ്മായിലി പ്രസ്ഥാനത്തെ വളർത്തിക്കൊണ്ടുവരികയും ചെയ്തതാണ്. അതിലാണ് ഖറാമിത്തുകൾ ഉണ്ടാകുന്നത്. ഈ ഖറാമിത്ത് എന്ന പേര് പിന്നീട് മറ്റൊരു വ്യക്തി കൂടി വരുന്നുണ്ടെങ്കിലും തുടക്കം ഇതാണ്. ഈ മുബാറക്കാണ് ആദ്യത്തെ ഖറാമിത്ത്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൽ മൂലമാണ്, അവിടം മുതലാണ് ഈ ഇബ്നു മൈമൂനുൽ ഖദ്ദാഹിൻ്റെ ഈ ഖദ്ദാഹും മുബാറക്കും ചേർന്നുള്ള നിഗൂഢ പ്രവർത്തനം മുതലാണ് തസവൂഫ് എന്ന് പറയുന്ന ആത്മീയ ശുദ്ധിക്ക് ആവശ്യമായ പരിഷ്കരണ പ്രവർത്തനങ്ങളും പരിശീലനങ്ങളും നിർവഹിക്കുന്ന ആ ഒരു തസവൂഫ് ഒരു ഫിലോസഫിക്കൽ മൂവ്മെൻ്റായിട്ട് മാറുന്നത്. കേവലം വാചോട്ടാപങ്ങളും ദൈക്ഷണികമായ വ്യവഹാരങ്ങൾക്കപ്പുറത്ത് ആത്മീയമായ മറ്റൊന്നുമില്ലാത്ത, മനഃശുദ്ധിയോ അല്ലെങ്കിൽ ഇസ്ലാമിക വിധിവിലക്കുകളെ പാലിക്കുക എന്ന് പറയുന്നതോ ഒക്കെ വിട്ടിട്ട് കേവലം നിഗൂഢമായ കുറേ രഹസ്യ അസറാറുകളും അഗമിയങ്ങളുടെയൊക്കെ ഒരു കൂത്തരങ്ങാക്കി മാറ്റിയത് ഇവരുടെ മൂവ്മെൻറ്റ് മുതലാണ്. അതിലേക്ക് നമ്മൾ മറ്റൊരു സീരീസിലൂടെ ഇൻഷാ അല്ലാഹ് വരുന്നുണ്ട്. ഈ ഇസ്മായിലികളുടെ നേതാവായിരുന്ന ഇമാമായിരുന്ന ആഘാ ഖാൻ, അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ദി മെമ്മറീസ് ഓഫ് ആഘാ ഖാൻ III എന്ന ആത്മകഥ ഇപ്പോഴും വായിക്കാൻ ലഭ്യമാണ്. അതിൽ സൂചിപ്പിക്കുന്നതനുസരിച്ച് 48ാമത്തെ ഇമാമാണ്. 48ാമത്തെ ഇമാം മുസ്ലിംകൾക്കിടയിൽ ആധുനിക കാലത്ത് സർവമത സത്യവാദം പ്രചരിപ്പിച്ചൊരു വ്യക്തിയാണ്. ഇസ്ലാം മതം എന്നതിനൊരു പ്രത്യേക പ്രസക്തിയൊന്നുമില്ല. എല്ലാ മതസ്ഥരും സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരാണ് എന്ന ഒരു വളരെ പിഴച്ചൊരു വാദം. അതുപോലെ തന്നെ നിസ്കാരത്തിൻ്റെ എണ്ണത്തിൽ ജുമഅയില്ല, 2-3 വക്തുകൾ മാത്രമായിട്ട് നിസ്കാരം ചുരുക്കി. ഇതൊക്കെയാണ് പിന്നീട് നമ്മളുടെ നാട്ടിൽ പലരും പകർത്തിയെടുത്തതൊക്കെ. ഈ ആഘാ ഖാൻ
വന്നതിന് ശേഷമാണ് ഇസ്മായിലി പ്രസ്ഥാനം ലോകത്ത് പൂർവാധികം ശക്തിപ്പെട്ടതും വിവിധ രാജ്യങ്ങളിൽ, ലോകരാജ്യങ്ങളിൽ തസവൂഫിൻ്റെ മറവിലൂടെ വളർന്നു വന്നത്. തസവൂഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഒരു പക്ഷേ ആധ്യാത്മിക ലക്ഷണങ്ങളോട് കൂടിയിട്ടുള്ള അതിൻ്റെ പരിശുദ്ധിക്ക് വേണ്ടി ഭൗതിക വിരക്തിയുള്ള തസവൂഫ് എന്ന് ധരിച്ചേക്കാം. അങ്ങനെയല്ല. ആഗാഖാൻ ഇവിടെ പ്രചരിപ്പിച്ച ഇസ്മായിലിയത്ത് തസവൂഫിൻ്റെ മറവിലൂടെ പ്രചരിപ്പിച്ച രീതി മറ്റൊന്നാണ്, ഫുൾ ഫാഷനാണ്. അത് അദ്ദേഹത്തിൻ്റെ ആത്മകഥ പരിശോധിച്ചാൽ അദ്ദേഹത്തിന് അറിയാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ അദ്ദേഹം തന്നെ കുറിക്കുന്നത് കാണാൻ കഴിയും. ആഗാഖാൻ തൻ്റെ ആത്മകഥയിൽ എഴുതുന്നത് കാണാം. ബോത്ത് മൈ വൈഫ് ആൻഡ് ഐ ആർ devoted to the theatre, the opera and the ballet. In towns like London and Paris, we go to one or the other 4 or 5 times a week and usually take a few friends with us. In places like Cannes, we occasionally go to the local theatre during the season, sometimes to the nice opera or to Monte Carlo or similar places. അങ്ങനെ സിനിമയുടെയും നാടകങ്ങളുടെയും ഒപ്പനകളുടെ ഡാൻസുകളുടെയും ഒക്കെ ഒരു ഭക്തനായിരുന്നു, അതിൻ്റെ ഒക്കെ ഒരു അഡിക്റ്റ് ആയിരുന്നു ഈ മനുഷ്യൻ. അങ്ങനെയൊക്കെ ജീവിക്കുന്ന ഇദ്ദേഹം ലോകത്തെ പല പ്രമുഖ വ്യക്തികളുമായും അടുത്ത ബന്ധമുള്ള ആളായിരുന്നു. വ്യക്തികൾ പുരുഷന്മാർ മാത്രമല്ല, സ്ത്രീകളുമായും. വിക്ടോറിയ, അതുപോലെ എലിസബത്ത് പോലെയുള്ള രാജ്ഞിമാരുമായിട്ടൊക്കെ അവരുമായി സ്വകാര്യമായി ചായ കുടിക്കാൻ അവസരം ലഭിച്ചത് തെല്ലൊരു ഗർവോടെ അദ്ദേഹം, വളരെ അഭിമാനത്തോടു കൂടെ അദ്ദേഹം അനുസ്മരിക്കുന്നുണ്ട് തൻ്റെ ആത്മകഥയിൽ. ഈ ആത്മകഥയ്ക്ക് ആമുഖം എഴുതിയിട്ടുള്ള വില്യം സോമർസെറ്റ് മോഘം, അദ്ദേഹം ആത്മകഥയിൽ എഴുതുന്ന വരികൾ ഇവിടെ വായിക്കാവുന്നതാണ്. I have known the Aga Khan for many years. He has been a kind and helpful friend. The Aga Khan has led a full life. Aga Khan ഒരു പൂർണ്ണ ജീവിതം നയിച്ചയാളാണ്, ഒരു അടിപൊളി ജീവിതം. He has been a great traveler and there are few parts of the world that he has not visited. നല്ല യാത്രികനാണ്, യാത്രാപ്രിയനാണ്. ലോകത്ത് അദ്ദേഹം സഞ്ചരിക്കാത്ത സ്ഥലങ്ങളെ വളരെ കുറവാണ്. He has been a great theatre goer. തിയേറ്റർ അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഇബാദത്ത് ഖാനയാണ്. He has loved the opera and the ballet. He has been on terms of close friendship with kings and princes of the blood royal, maharajas, viceroys, field marshals, actors and actresses, trainers, golf professionals, society beauties and society entertainers. ഇതിനൊക്കെ നല്ല വിശാലമായ ബന്ധമുള്ള ആളായിരുന്നു അദ്ദേഹം. അതോടൊപ്പം തന്നെ ഇദ്ദേഹം ഇസ്മായിലികളുടെ ഇമാമ് കൂടിയാണ്. ഇമാമാണെന്ന് മാത്രമല്ല, അദ്ദേഹം പറയുന്നുണ്ട്, ഇത് വിടാൻ തയ്യാറില്ലാത്ത ഇമാമാണ് ഞാൻ. There has never been any question of changing the Ismaili faith. ഇസ്മായിലി ഫെയ്ത്തിൽ നിന്ന് മാറുക, ഞാൻ ഇങ്ങനെയൊക്കെ വളരെ വിശാലമായ ഒരു ലോക കാഴ്ചപ്പാട് വികസിപ്പിച്ചെടുക്കുകയും ഇസ്മായിലികളൊക്കെ ആ രൂപത്തിലേക്ക് പരിഷ്കരിച്ചു കൊണ്ടുവരികയും ഇക്കാലം വരെയും ഇസ്മായിലികളായിട്ടുള്ള സ്ത്രീകളൊക്കെ അവരുടെ കുടുംബങ്ങളിൽ വളർന്നു വന്നിരുന്ന അച്ചടക്കത്തോടെ വളർന്ന സ്ത്രീകളെയൊക്കെ പുറത്തേക്ക് കൊണ്ടുവരികയും പർദ്ദ ആചരിച്ചിരുന്ന, പർദ്ദ ധരിച്ചിരുന്ന, ഹിജാബ് ധരിച്ചിരുന്ന സ്ത്രീകളോടൊക്കെ അത് നിരോധിക്കുകയും ഇസ്മായിലികൾക്കിടയിൽ പൂർണ്ണമായും പർദ്ദ നിരോധിക്കുക ചെയ്ത് വളർന്നു വന്ന ഞാൻ, ഒരു പക്ഷെ നിങ്ങൾ കരുതും ഞാൻ മറ്റെന്തോ ആയിട്ടുണ്ടെന്ന്. അല്ല. There has never been any question of changing the Ismaili faith. That faith has remained the same and must remain the same. അതിനൊരു മാറ്റവുമില്ല, ഇനിയൊരു മാറ്റം ഉണ്ടാവുകയില്ല. ഞാൻ എപ്പോഴും ഇസ്മായിലിയാണ് എന്ന് വളരെ അഭിമാനപൂർവം അത് പറയുകയും ചെയ്തത് ഇമാം. ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടിൽ ആര് ഭരിച്ചാലും അവരുടെ ഭക്തനായി മുന്നോട്ട് പോകണമെന്നതാണ്. To be absolute, loyal and devoted. Whatever its constitution, ഭരണഘടന ഏത് രീതിയിലാവട്ടെ, മൊണാർക്കിയൽ ഓർ റിപ്പബ്ലിക്കൻ, ഏതായാലും ശരി, അവരുടെ ആ ഭരണകൂടത്തെ
എല്ലാ അർത്ഥത്തിലും അനുസരിച്ചുകൊണ്ട് ഭക്തനായി ജീവിക്കുകയാണ് വേണ്ടതെന്നാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ കാഴ്ചപ്പാട്. മാത്രമല്ല, സീസർക്കുള്ളത് സീസർക്കും ദൈവത്തിനുള്ള ദൈവത്തിനും എന്ന് പറയുന്ന ആ ഒരു കാഴ്ചപ്പാട് പ്രചരിപ്പിക്കുകയും പഠിപ്പിക്കുകയും അങ്ങനെ അനുയായികൾ വളർത്തുകയും ചെയ്ത മഹാദേഹവുമാണ് അദ്ദേഹം. All my teaching and my guidance for my followers has been in fulfillment of this principle. Render unto God the things which are God's, and to Caesar those which are Caesar's. ദൈവത്തിനുള്ളത് ദൈവത്തിന്, സീസർക്കുള്ളത് സീസർക്ക്. ഈ പ്രിൻസിപ്പിളാണ് ഞാൻ ഇത്രയും കാലം എൻ്റെ അനുയായികളെ പഠിപ്പിച്ചു കൊണ്ടിരുന്നത് എന്ന് വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള ആഗാ ഖാൻ അദ്ദേഹമാണ് മുസ്ലിം ലീഗിൻ്റെ സ്ഥാപക നേതാവും തുടക്കക്കാരനും കുറച്ചു കാലത്തേക്കുള്ള പ്രസിഡൻറ്റും പിന്നീടുള്ള അഡ്വൈസറി പോലെ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച്, കാരണം അദ്ദേഹവുമായി അടുത്ത ആത്മീയ ബന്ധമുള്ള ആളുകളാണ് ഇതിനുള്ളിൽ ഉണ്ടായിരുന്നവരൊക്കെ. അങ്ങനെ ആഗാ ഖാൻ്റെ നിർദ്ദേശമായിരുന്നു മുസ്ലിം ലീഗിനെ നയിച്ചിരുന്നത്. മറ്റു ചില നേതാക്കളെ കൂടി നമുക്ക് പരിചയപ്പെടാം. ബീഹാറിലെ ഷിയ പ്രമുഖനായിരുന്ന ബാരിസ്റ്റർ സർ അലി ഇമാം, ഇദ്ദേഹമാണ് മുസ്ലിം ലീഗിൻ്റെ സ്ഥാപനത്തിനു വേണ്ട തുടക്കത്തിനു വേണ്ട ആസൂത്രണങ്ങളൊക്കെ നിർവഹിച്ചതെന്നും ഇവരെയൊക്കെ ഒരുമിച്ച് കൂട്ടിയത് ആഗാ ഖാനെ വരെ കൊണ്ടുവന്നതും സ്ഥാപക യോഗത്തിൽ ആഗാ ഖാൻ്റെ അഭാവത്തിൽ അദ്ദേഹത്തെ പ്രസിഡന്റായി നിയമിക്കുന്നതുമൊക്കെ ഈ പറഞ്ഞ അലി ഇമാം, സർ അലി ഇമാം, ബ്രിട്ടീഷുകാരുടെ പദവി കൊടുത്ത പദവിയാണ് സർ, ആ അദ്ദേഹമാണ് എന്നും ചരിത്രം പറയുന്നുണ്ട്. മറ്റൊരാള് ബാരിസ്റ്റർ ഹസൻ ഇമാം. മറ്റൊരു പ്രധാനപ്പെട്ട ഇതിന്റെ നേതാവായി വന്ന നവാബ് വിഖാറുൽ മുൽക്ക് എന്ന മൗലവി മുഷ്താഖ് ഹുസൈൻ. ഏത് മൗലവിയാണെന്ന് അറിയാമോ? ഇത് ദൈബന്ദിലോ അതുപോലെ പിന്നെ അന്നത്തെ ഫറങ്കി മഹൽ സിസ്റ്റം അനുസരിച്ചോ അതുമല്ലെങ്കിൽ ബറേൽവിക്കാർ ആ ധാരയിലോ അങ്ങനെയുള്ള പാരമ്പര്യമായിട്ട് വന്ന ഒരു ധാരയിലുമല്ല. ഈ മൗലവി എന്ന് പറഞ്ഞാൽ ഷിയ പഠന കേന്ദ്രങ്ങളിൽ പഠിച്ചു വന്ന മൗലവിമാരിൽപ്പെട്ടയാളാണ്. നവാബ് മുഹ്സിനുൽ മുൽക്ക് എന്ന മഹദി അലി, ശുദ്ധ ഖിലാഫത്ത് വിരുദ്ധനായിരുന്നു ഇദ്ദേഹം. ഖിലാഫത്ത് പ്രക്ഷോഭകാലത്ത് അതിന് വിരുദ്ധമായി നിലകൊണ്ടയാളാണ്. സയ്യിദ് അമീർ അലി ഒരു പരിഷ്കരണവാദിയും അതുപോലെ ഷിയ ചിന്തകനുമായിരുന്നു. മഹ്മൂദാബാദ് രാജ അദ്ദേഹവും അങ്ങനെ തന്നെയായിരുന്നു. ഇങ്ങനെയുള്ള പ്രമുഖരായ നേതാക്കൾ ബുദ്ധിജീവികൾക്കിടയിലാണ് ഈ മൗലാന മുഹമ്മദ് അലി ഷൗക്കത്തിലൊക്കെ പിടിച്ചു നിന്നത്. അവരുടെ ഒരു താല്പര്യം കൊണ്ടാണ് ഖിലാഫത്ത് സമരത്തിൽ അവർ രംഗത്ത് വന്നതും അവരെ മറ്റു ചില പണ്ഡിതന്മാരുടെ ഉപദേശ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാരെ പോലെ അവരുടെ ഫത്വകളും മറ്റൊക്കെ സംസാരിക്കാൻ തുടങ്ങുകയും അങ്ങനെ സുന്നി മൗലാനമാരുമായിട്ട് അടുത്ത ബന്ധം വെച്ച് പുലർത്തുകയും ചെയ്തതുകൊണ്ടാണ് ആളുകൾക്കിടയിൽ, സുഹൃത്തുക്കൾക്കിടയിൽ മുഹമ്മദ് അലി, കാംബ്രിഡ്ജിൽ പഠിച്ച മുഹമ്മദ് അലി ഒരു മൗലാനയായി മാറിയത്. മുസ്ലിം ലീഗുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന ആളാണ് സർ അല്ലാമ ഇക്ബാൽ. സർ അല്ലാമ ഇക്ബാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അദ്ദേഹത്തിനും ഖിലാഫത്ത് സമരത്തോട് എതിർപ്പായിരുന്നു, ഖിലാഫത്ത് സംവിധാനത്തോടെ എതിർപ്പായിരുന്നു. മുസ്തഫ കമാൽ പാഷ തുർക്കിയിൽ ഖിലാഫത്ത് നിരോധിക്കുകയും അത് നിർവീര്യമാക്കുകയും ചെയ്തപ്പോൾ അതിനെ പിന്തുണച്ച ഒരു ബുദ്ധിജീവി കൂടിയാണ് സർ അല്ലാമ ഇക്ബാൽ. സ്വാഭാവികമാണ് ശംസുൽ ഉലമ മീർ ഹസൻ എന്ന് പറയുന്ന ഒരു ഷീ പണ്ഡിതനിൽ നിന്ന് വിദ്യാഭ്യാസം നേടി, പ്രാഥമിക മതവിദ്യാഭ്യാസം നേടി വളർന്ന ഒരു ഇബ്നു അറബിയൻ സൂഫിസവും റാഫിദിസവും കൂടിക്കുഴഞ്ഞ പശ്ചാത്തലത്തിൽ വളർന്ന ഒരു മാന്യ അദ്ദേഹം എന്ന നിലക്കും ബ്രിട്ടീഷുകാരുമായുള്ള അടുത്ത ബന്ധവും യൂറോപ്യൻ ചിന്തകളോടുള്ള ഒരു ഭക്തിയും അത് ഒക്കെ ഉണ്ടായിരുന്ന സർ അല്ലാമ ഇക്ബാലിൽ നിന്ന് മറ്റു പലതും പുറത്തു വന്നതുപോലെ സ്വാഭാവികമായും വന്ന ഒരു നിലപാടായിരുന്നു ഖിലാഫത്തിനെതിരെയുള്ള നിലപാട്. മുസ്ലിം ലീഗിൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു മുഹമ്മദ് അലി ജിന്ന. അദ്ദേഹത്തിൻ്റെ ഖിലാഫത്ത് സംബന്ധമായ കാഴ്ചപ്പാട് പ്രസിദ്ധമാണ്. പിന്തിരിപ്പത്വത്തിലേക്ക് നയിക്കുന്ന കപട മതപ്രസ്ഥാനമാണ് ഖിലാഫത്ത് എന്ന് വാദിച്ചയാളാണ് ജിന്ന. ജിന്ന ജന്മനാൽ ഇസ്മായിലിയാണ്. ചെറുപ്പകാലത്ത് മതവിരുദ്ധനായി ജീവിച്ചു. പിന്നീട് അവസാന കാലങ്ങളിൽ
വീണ്ടും ഇസ്നാശരി ദർശനത്തിലേക്ക് താല്പര്യം കാണിക്കുകയും അങ്ങോട്ട് മാറുകയും ചെയ്തു. ജസ്വന്ത് സിംഗിൻ്റെ ജിന്ന ഇന്ത്യ പാർട്ടീഷൻ ഇൻഡിപെൻഡൻസ് പുസ്തകത്തിൽ ജിന്നയെ പരിചയപ്പെടുത്തുമ്പോൾ ബെർണാഡ് ലേവിസ് പറഞ്ഞൊരു വേർഡ് പറയുന്നുണ്ട്. അന്നത്തെ മൊത്തം അദ്ദേഹത്തിൻ്റെ സമുദായത്തെ പറ്റി, ഹിന്ദുസ് അണ്ടർ എ തിൻ മുസ്ലിം വെനിയർ, ഒരു മുസ്ലിം തൊലിയുള്ള ഹിന്ദുക്കളാണ് അവർ എന്നുള്ളതാണ്. അതായത് മതപരിവർത്തനം, മാറ്റം ഉണ്ടായതിനു ശേഷം കാര്യമായ സംസ്കരണമൊന്നും ഉണ്ടാവാതെ പേരിന് ഒരു ഷിയാണ് എന്ന നിലക്ക് ജീവിച്ചിരുന്ന കുടുംബം. സരോജിനി നായിഡു പറഞ്ഞു, ജിന്ന വാസ് ഹിന്ദു ബൈ റൈസ് ആൻഡ് മുസ്ലിം ബൈ റിലീജിയൻ. അങ്ങനെ ഒരു മതപരമായ അത്ര ബന്ധമുള്ളൂ എങ്കിലും രാഷ്ട്രീയമായും മറ്റുമൊക്കെ ഈ പറയുന്ന കാഴ്ചപ്പാടിലേക്ക് മാറുകയും യൂറോപ്യൻ വിദ്യാഭ്യാസം നേടുകയൊക്കെ ചെയ്തതുകൊണ്ട് അദ്ദേഹവും അങ്ങനെയാണ് അഭിപ്രായം പ്രകടിപ്പിച്ചിരുന്നത്. ഈ ജിന്ന മുസ്ലിം ലീഗിൻ്റെ സുഹൃത്തായിരുന്നു, അടുത്ത സുഹൃത്തായിരുന്നു. ഇങ്ങനെയുള്ള നേതാക്കന്മാർക്കിടയിലാണ് നേരത്തെ പറഞ്ഞതുപോലെ മൗലാന മുഹമ്മദ് അലിയുടെയൊക്കെ പ്രത്യേക താല്പര്യപൂർവ്വം അവർ ഖിലാഫത്ത് പ്രക്ഷോഭത്തിലേക്ക് രംഗത്ത് വരുന്നത്. 1919 അമൃതസറിൽ ചേർന്ന മുസ്ലിം ലീഗ് സമ്മേളനത്തിൽ ഖിലാഫത്തിനെ പ്രക്ഷോഭത്തെ അനുകൂലിക്കാൻ ഒരു പ്രസ്താവന വാങ്ങിക്കിട്ടാൻ മുഹമ്മദ് അലി ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും പിന്നീടും മുസ്ലിം ലീഗ് നേതാക്കന്മാരെവിടെ പ്രക്ഷോഭത്തിൻ്റെ നേതൃരംഗത്ത് ഉണ്ടായിട്ടില്ല. കേരളത്തിലേക്ക് മുസ്ലിം ലീഗ് ആയിരുന്നു ഓടിക്കയറി ഈ പ്രക്ഷോഭം കൊണ്ടുവരേണ്ടിയിരുന്നത്. പക്ഷേ മുസ്ലിം ലീഗുകാരെ നമ്മൾ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് മൗലാനമാരിലൂടെയാണ് ഇവിടെ ഖിലാഫത്ത് പ്രക്ഷോഭം അരങ്ങ് തകർക്കുന്നത്. അത് കഴിഞ്ഞു, പ്രക്ഷോഭം കഴിഞ്ഞു, നാനാനഷ്ടങ്ങളുണ്ടായപ്പോഴും മുസ്ലിം ലീഗ് അഖിലേന്ത്യാ തലത്തിൽ എന്തെങ്കിലും ഒരു ദുരിതാശ്വാസ പ്രവർത്തനങ്ങളോ ആശ്വാസ പ്രവർത്തനങ്ങളോ ഒന്നും നിർവഹിക്കുന്നതിനും മുന്നിട്ട് വന്നതായി നാം കാണുന്നില്ല. അപ്പോൾ മലബാറിൽ നടന്ന ഖിലാഫത്ത് സമരത്തിൻ്റെ ഒരു അവകാശിയായിട്ട് സത്യത്തിൽ ഇന്നത്തെ മുസ്ലിം ലീഗിനോ അന്നത്തെ മുസ്ലിം ലീഗിനോ കടന്നു വരാൻ ന്യായം കാണുന്നില്ല എന്നാണ് നാം പറഞ്ഞതിൻ്റെ ചുരുക്കം.